അമീറത്തിഷ്ക് ഭാഗം 23. സുലു മമൻകാക്കുനെ നോക്കി ചിരിച്ച് കാക്കുൻ്റെ കൈ പിടിച്ചു. അത് കണ്ട് ഞാനും ഹസിയും മമൻകാക്കും തൊള്ളിയും പൊളിച്ചു നിന്നു. പെട്ടെന്ന് രാവണൻ അമൻകാക്കുൻ്റെ പുറത്തേക്കൊട്ടിയ ശബ്ദം കേട്ടപ്പോഴാണ് വായടച്ചത്. ബോധം വന്നതും അമൻകാക്കും ഞങ്ങളെ നോക്കി ഒരു സഫ്കാക്കും അഫിക്കാക്കും നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ ഞാനും ഹസിയും രാവണനും മാത്രമേ. ഹസിക്കാളുടെ ഭാവി വരണ്ടേക്കെന്ന് ഫോൺ വന്നു. നമ്മൾ കട്ട പോസ്റ്റ്. ഞാൻ മെല്ലെ രാവണൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ചുറ്റോറം നോക്കി നിന്നു. അവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടായിട്ടില്ല. മുന്നിലാരോ നിൽക്കുന്നത് പോലെ തോന്നിയത് കൊണ്ടാവണം ഓൻ തല പൊക്കി നോക്കി. അതിന് നമ്മളൊന്ന് ഇളിച്ചു കൊടുത്തു. അപ്പോൾ ഓൻ പുച്ഛിച്ച് തല താഴ്ത്തി. നമ്മളങ്ങനെ കോളേജിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ബൈക്കുമ്മ യാനൊക്കാക്കും പിന്നെ കൊൻസും പോണത് കണ്ടത്. ഓരെ കണ്ടതിൻ്റെ മുഖം ഞാൻ പോലും അറിയാതെ മാറാൻ തുടങ്ങിയിരിക്കണം. പേടിയേ. നമ്മൾ തല ചേരിച്ചു രാവണനെ നോക്കിയപ്പോൾ ഓൻ എന്നെ നെറ്റി ചുളിച്ച് നോക്കുന്നതാണ് കണ്ടത്. അപ്പോൾ നമ്മൾ മുഖത്തുള്ള ഭാവം മാറ്റി ചിരി വരുത്തി. എന്തോന്ന് ചിരിയാടി രാവണൻ. പിന്നെ ചിരി വരുത്താൻ പെടുന്ന പാട് ഞാൻ ഓൻ കേൾക്കാതെ പെറുപിറുത്തു. തമ്പ്രാട്ടി എന്തേലും മൊയിന്നോ രാവണൻ. എൻ്റെ പെണ്ണിൻ്റെ ചിരി രസമല്ല എന്ന് കരുതി ബാക്കിയുള്ളവരത് രസം ഉണ്ടാകില്ല എന്നുണ്ടോ? അല്ല പിന്നെ എന്നോടാ കളി. ഓൻ്റെ പെണ്ണിനെ പറഞ്ഞാൽ എനിക്ക് പൊള്ളൂല്ലേ? ആദ്യമേ തന്നെ പിടിക്കാൻ നമുക്ക്. നമുക്ക് കുറച്ചേരം രാവണൻ്റെ ഭാഗം കേൾക്കാം. ഇപ്പോൾ ഓളിൻ്റെ ഓളയാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ചൂടായ ഓൾക്ക് തിരക്കൂടും എൻ്റെ പെണ്ണിനെ പറയൽ സ്ഥിരാവും. അപ്പം നമുക്ക് ടോണൊന്ന് മാറ്റി പിടിക്കാമെന്നേ. ഏജ് പറഞ്ഞു ഓളയിൽ മോശം തന്നെയാണ്. അല്ല പിന്നെ എന്നോടാ കളി. ഓളുണ്ടെന്നെ കണ്ണു വിടർത്തി വായം പൊളിച്ച് നോക്കണു. ഊഹാ എന്താടി ഉണ്ടാക്കണ്ടി ആ വായടച്ചാളാ. ഈച്ചക്കിത് മൂദേവിയാണെന്നൊന്നും അറിയില്ല തന്നെ. തമാശ. ഞാനങ്ങ് ചിരിച്ചു. ഹാ ഓ എനിക്ക് തമാശ ഒന്നും പറ്റൂലല്ലോ. ഇല്ലെന്തിയേ? ഒന്നുമില്ല മൂദേവി, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതായിരുന്നു. എന്ത് കാര്യം രാവണ? അത് യാനൂരെ കൂടെയുള്ള ചെക്കനെന്ത് ഇവിടെ? അത് പറഞ്ഞതും അവളുടെ മുഖത്ത് പേടിയാണോ ദേഷ്യമാണോ എന്നൊന്നറിയാത്തൊരു ഭാവം. ഹലോ ചിന്തിച്ചിരിക്കുന്ന ഓളെ നോക്കി നമ്മൾ വിളിച്ചു. എന്താ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് ഇവിടെ 4-5 കോളേജിൽ നിന്ന് കുട്ടികൾ വന്നിരുന്നു. അതിലേതെങ്കിലും കോളേജിൽ പഠിക്കുന്നതാവും. അതിനവൻ പഠിക്കുന്നില്ലല്ലോ. എന്ത് പഠിക്കുന്നില്ലെന്നോ? പിന്നെന്തിനാ വന്നേ? അതിനോടാണോ ചോദിക്കുന്നത്? ശരിയല്ലേ? അപ്പോഴാണ് ഹാഫി വന്നത്. എന്താടാ എൻ്റെ സൊള്ളൽ കഴിഞ്ഞോ? ഇല്ലടാ, ഓള് ബസ് വന്നു എന്നും പറഞ്ഞു പോയി. ചാടാച്ചാറില്ല കേട്ടാ മൂദേവി. ഇനി നിന്നാൽ നേരം വൈകും. അവന്മാരെ വിളിച്ചാ. അപ്പോൾ ഹാഫി ഇവിടെ നിന്ന് ഓരോ പേര് വിളിച്ച് കൂവാൻ തുടങ്ങി. അവസാനം സഹിൽ കെട്ട അവന്മാർ വന്നു. എന്തിനാടങ്ങനെ കൂവുന്നേ? അവൻ കുറുക്കന്മാരെക്കാളും നന്നായി കൂവുന്നുണ്ട്. സെഫു തന്നെ. എന്നാ വാ പോവാ. ഞങ്ങൾ ഓരോട് യാത്ര പറഞ്ഞു പോകാൻ നിന്നത് മൂദേവി വിളിച്ചു. ഇനി എന്താ? അത് ഞങ്ങളൊന്ന് വീട്ടിലാക്കി തരും പ്ലീസ് മൂദേവി. അതെന്താ? നടന്നു പോകാനല്ലേ ഉള്ളൂ, അങ്ങ് പോയാൽ മതി. അങ്ങനെ പറയല്ല കാക്കോ, പ്ലീസ് ഒന്നാക്കി തരുമോ? ഹസി പാവലെ നമുക്ക് ആക്കി കൊടുക്കാം. സെഫു എൻ്റെ ആക്കി കൊടുക്കൽ എന്തിനാന്ന് ഞങ്ങൾക്കറിയാം. അമൻ പെങ്ങളെ ഇനി ചാദിക്കരുത് പ്ലീസ്. സെഫു ഇല്ല, ഞങ്ങളാക്കി തരാൻ പറയുന്ന മൂദേവി. അത് കേട്ടതും സെഫു എന്നെ നോക്കിയെന്ന് പ്ലീസ് എന്ന് മട്ടിൽ മുഖം ചൊളിച്ചതും ഞാനൊന്ന് അമർത്തി മൂളി. അപ്പോഴേക്കും പെണ്ണുങ്ങൾ ബാഗ് എടുക്കാനോടി. അവളുമാരെ നമ്മളടുത്ത് എന്തോ മറക്കുന്ന പോലെ തോന്നി. നിങ്ങൾക്ക് തോന്നിയോ? എന്തോ മറക്കാം? ഇക്കൊന്നും തോന്നിയില്ല ഹാഫി. ഇക്കും സെഫു ഇക്ക് തോന്നി. നമ്മൾ കലിപ്പായി ചുമ്മാ ആക്ട് ചെയ്തപ്പോൾ സുലു എന്താ പറഞ്ഞത്? ഞങ്ങൾ സത്യം നിങ്ങളടുത്തൊന്നും മറക്കുന്നില്ല എന്നല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ അവരോട്? അമൻ എക്സാക്ട്ലി. അതുമല്ല യാനുവിൻ്റെ ഫ്രണ്ടില്ലേ അക്കൻസ്, ഓനിവിടെ കണ്ടിരുന്നു. അവനെന്താ ഇവിടെയെന്ന് ഞാൻ മൂദേവിനോട് ചോദിച്ചപ്പോൾ ഓളെ മുഖം ആരെ പേടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ശരിക്കും പോവാം സെഫു ശരിക്കും എന്ന് പറഞ്ഞു തീർന്നത് മോര വിടല ആൻറ്റി. പോവാം. അതും പറഞ്ഞ് ഞങ്ങൾ ബൈക്കിൽ കയറി. ഇപ്പോൾ സുലു അവൻ്റെ ബൈക്കിലും ഷിഫ സെഫുവിൻ്റെ ബൈക്കിലും ഹാസി ഹാഫിൻ്റെ ബൈക്കിലും. ആ മൂദേവി ഇനിയും ബൈക്കിനും നോക്കി നിൽക്കുന്നുണ്ട്. ആരെ നോക്കി നിൽക്കാടി? ഒന്ന് കയറ്. കേൾക്കാൻ ആഗ്രഹിച്ച പോലെ ഓളൊന്ന് വണ്ടിയിൽ കയറി. ഓള് വണ്ടി പറപ്പിച്ച് വിട്ടു. പതുക്കുപ്പോ രാവണ, ഈ സാരി ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കാൻ തന്നെ പേടി, അതിൻ്റെ ഇടയിൽ തൻ്റെ സ്പീഡും കൂടെ. ഇപ്പോൾ തല ചുറ്റുന്നു. ഒന്ന് പതുക്കപ്പോ. മൂദേവി ബാക്കിൽ നിന്നിരുന്നു എന്തൊക്കെയോ പിന്നെയും പറയുന്നുണ്ട്. വെറുതെ അല്ല രാവിലെ ഷിഫ തവല കൊട്ടിയത്. മൂദേവി പുറത്തു കൊട്ടാനും പിച്ചാനും ഒക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ചു. അല്ലെങ്കിൽ എൻ്റെ പുറം 2 പോരും. അങ്ങനെ വീടെത്തി. അതേ വീട്ടിൽ കയറിയിട്ട് പോവാം മൂദേവി. പിന്നെ ഞാനൊന്നുമില്ല. കയറിക്കോടോ മൂദേവി. ഇല്ലെന്നല്ലേ പറഞ്ഞത്? അവസാനമായിട്ട് പറയാ കയറിക്കോ. ഞാനില്ലെന്നല്ലേ പറഞ്ഞത്? നീ പോ. എന്നാ വരണ്ട, അങ്ങോട്ട് നോക്ക്. എന്താ ഇവിടെയെന്നും കരുതി ഓൾ ചൂണ്ടിയ ഭാഗത്തേ നോക്കിയതും ഷിഫൻ്റെ വീടിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി സെഫു ഓളപ്പം വീട്ടിലേക്ക് പോകുന്നതാണ് കണ്ടത്. ഞാൻ സുലുവിൻ്റെ വീട്ടിലേക്ക് നോക്കിയതും അമനും ഓളെ പിന്നാലെ പോയി.
ഹസിൻ്റെ വീട്ടിൽ നോക്കിയപ്പോഴാണ് സമാധാനമായത്. ഹാഫി പുറത്ത് നിന്നിട്ട് അവളോട് ഇല്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് സമാധാനം തെറ്റി ചോനും പോയി. നമ്മൾ ഞെട്ടി മൂദേവിനെ നോക്കിയപ്പോൾ ഓളോ എപ്പോഴോ സ്ഥലം കാലിയാക്കിയിരിക്കണം. ഓൾക്കൊന്നും കൂടി വിളിച്ചൂടെ? മൂദേവി വെറുതെ വെയിറ്റ് പിടിച്ച് നിന്നതല്ല, നമ്മൾ പുറത്ത് പോസ്റ്റായി. ഞാൻ ഫോണെടുത്ത് ഉമ്മാനോട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതിൽ കളിച്ചിരിക്കുമ്പോഴാണ് ഒരു കൈ ഷോൾഡറിൽ പിടിച്ചത്. ഞാൻ തിരിഞ്ഞു നോക്കി. ഡാ നീയോ? അതും പറഞ്ഞ് ഞാൻ ബൈക്കിൽ നിന്നിട്ട് ഓനെ കെട്ടിപ്പിടിച്ചു. അടുത്ത ഭാഗത്തിനായി സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.